സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായുള്ള മുസ്ലിം ലീഗ് നിർണായക പാർലമെന്ററി യോഗം ഇന്ന്. മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ തമിഴ്നാട് രാമനാഥപുരത്തെയും സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. എന്നാൽ രാജ്യസഭയുടെ കാര്യത്തിലും യുവ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലും ലീഗിൽ അനിശ്ചിതത്വം തുടരുകയാണ്. രാവിലെ 10 മണിക്ക് പാണക്കാട് വെച്ചാണ് മുസ്ലിം ലീഗ് പാർലമെന്ററി യോഗം ചേരുന്നത്. ശേഷം സംസ്ഥാന അധ്യക്ഷൻ സ്വാദിഖ് അലി തങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും രാമനാഥപുരത്ത് സിറ്റിംഗ് MP നവാസ് ഗനിയും മത്സരിച്ചേക്കും. പൊന്നാനിയിൽ സമദാനിക്കാണ് സാധ്യത കൽപ്പിക്കുന്നതെങ്കിലും തീരുമാനമായിട്ടില്ല. ഇത്തവണ ലീഗിന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിൽ ആരെന്നതിൽ തുടരുന്ന ആശയക്കുഴപ്പമാണ് കാലതാമസത്തിന് കാരണം. പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് യൂത്ത് ലീഗും രംഗത്ത് വന്നതോടെ രാജ്യസഭയിലേക്കും പൊന്നാനിയിലേക്കും ആര് എന്നത് ലീഗിനെ കുഴയ്ക്കുകയാണ്. സമദാനിയാണ് പൊന്നാനിയിലെങ്കിൽ PM എ സലാം, PK ഫിറോസ്, ഫൈസൽ ബാബു എന്നിവരെയാണ് രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നത്. PM എ സലാം രാജ്യസഭയിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നതിലും പാർട്ടിയിൽ ഭിന്നതയുണ്ട്. എന്നാൽ സമദാനി രാജ്യസഭയിലേക്ക് ഒരുങ്ങിയാൽ KM ഷാജി, PK ഫിറോസ്, ഫൈസൽ ബാബു എന്നിവരെയാണ് പൊന്നാനിയിലേക്ക് പരിഗണിക്കുക. അതേസമയം രാജ്യസഭാ സീറ്റിലേക്ക് ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതിലും ആശയക്കുഴപ്പമുണ്ട്. കോൺഗ്രസ് സീറ്റ് ഉറപ്പ് നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം പിൻവലിയുമോ എന്നതാണ് ലീഗ് നേതൃത്വത്തിന്റെ ആശങ്ക. എന്നാൽ 3ാം സീറ്റിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്തിട്ടും രാജ്യസഭാ സീറ്റിൽ തുടരുന്ന പ്രതിസന്ധിക്കെതിരെ പാർട്ടിയിൽ വിമർശനം ശക്തമാണ്. രാജ്യസഭാ സീറ്റിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനായില്ലെങ്കിൽ അണികളുടെ പ്രതിഷേധം ലീഗ് നേതൃത്വം എങ്ങനെ നേരിടുമെന്ന് കാത്തിരുന്നു കാണണം. വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ കാത്തിരിക്കുകയാണ് ഇടതുപക്ഷവും. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.